പറയാൻ ആലോചിക്കുന്നതാണോ? ഞാൻ പറഞ്ഞു തരാം. പറഞ്ഞോ. നമ്മുടെ പൊന്നു വാഷ് ബേസ് എന്നിപ്പോ പറയുന്നതാണ്. ഇപ്പൊ പറയും വാഷ് ബേസ്. വാഷ് ബേസ് വാഷ് ബേസ് വാഷ് വാഷ് ബേസ്. കുട്ടി ഇവിടെയുള്ള എല്ലാ വാഷ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ്. എനിക്കത് വരില്ല. 5 പ്രാവശ്യം പറഞ്ഞ ഈ കുട്ടിക്ക് അടുത്ത ആഴ്ച തന്നെ നമ്മൾ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഇത്ര അറിവ് പറയാൻ. 5 പ്രാവശ്യം പറ വാഷ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ്. എനിക്ക് വരൂലത്. പറഞ്ഞേ പറ്റുള്ളൂ. ചലഞ്ചാണ്. വാഷ് ബേസ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ് പിടി പറ. വാഷ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ് വാഷ് ബേസ്. വർഷങ്ങൾക്ക് ശേഷം ജനിച്ചതിന് ശേഷം കുട്ടി ഇപ്പോഴാണ് വാഷ് ബേസ് എന്ന് പറയുന്നത്. വാഷ് ബേസ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേറൊരിതുണ്ട്. അയ്യോ മറന്നല്ല. അരിതരുത് കുതിരെ മുതിര തിന്ന്. അതാണോ? മുതിരരുത് കുതിരെ അതിരില്ല മുതിരെ അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. പറഞ്ഞ പൊന്നു. അരിതരുത് കുതിരെ മുതിരരുത് കുതിരെ അതിരിലെ മുതിര തിന്നാൻ കരുതരുത് കുതിരെ. മുതിരരുത് കുതിരെ അരുതരുത് കുതിരെ മുതിരരുത് കുതിരെ കതിരില്ല കതിരയെ കുതിരിക്കാൻ കുതിരയെ. കുട്ടിയുടെ നിമിഷ കവിയാണ്. അരുത് കാട്ടാള വെട്ടരുത് അരുമയാ മരത്തെ തട്ടരുത്. തട്ടി എന്തിനാ പോകുന്നത്? ബൈ. ടാറ്റാ.